ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോയാലോ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പ് ബേസ്ഡ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വരുന്ന പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുക, നെഗറ്റീവായ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിട്ടുകളയുക. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു ഓവറോൾ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നിൽക്കുന്നത്? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് നിൽക്കുന്നത്? നിങ്ങൾ എന്താണ് ആ വ്യക്തിയിൽ നിന്നും ആഗ്രഹിക്കുന്നത്? ആ വ്യക്തി ഇപ്പോൾ നിങ്ങളിൽ നിന്നും എന്താണ് ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിപ്പോൾ കാണുന്ന ആരായാലും, ഈ വീഡിയോ കാണുന്ന ആരായാലും, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത്രയും ഒരു മേജറായിട്ടുള്ള ഒരിതിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് കാണുന്നത്. കാരണം എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന 5 കാർഡും എന്ന് പറയുന്നത് മേജർ ആർക്കാന കാർഡാണ്. അതെന്ന് പറയുന്നത് പവർഫുൾ ആയിട്ടുള്ള കാർഡാണ്. അത് മാത്രമല്ല, ഇത് ഒത്തിരി ഡെസ്റ്റിനി ബേസ്ഡ് ആണ്. സോൾ കണക്ഷൻസ് ഉണ്ട്, സോൾ കോൺട്രാക്റ്റ് ഉണ്ട്. ആ രീതിയിലുള്ള ഒരു കണക്ഷനാണിത്. ആരാണ് ഇത് കാണുന്നത് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് കാണുന്ന ആരായാലും അവരുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ബന്ധം എന്ന് പറയുന്നത് ഭയങ്കര ഒരു പവർഫുൾ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു നോ കോൺടാക്റ്റ് ആയിരിക്കാം. പക്ഷേ എങ്കിലും നിങ്ങളുടെ സോൾ എന്ന് പറയുന്നത്, നിങ്ങളുടെ രണ്ടുപേരുടെ സോൾ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു വെഹിക്കിളിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു ഓവറോൾ എനർജി എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയത് ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞ കാർഡാണ്. അതായത് രണ്ടുപേരും റിലേഷൻഷിപ്പിൽ ഒരു അവേക്കൻ്റെ പീരീഡിലാണ് നിൽക്കുന്നതെന്നാണ് കാണുന്നത്. എന്തോ ഒരു തിരിച്ചറിവ് ഈ സമയത്ത് രണ്ടുപേരുടെ ഇടയിലൂടെ കടന്നു പോകുന്നുണ്ട്. അതെന്ന് പറയുന്നത് ഒരു ഡിവൈൻ്റെ ഒരു വിളിച്ചുണർത്തൽ തന്നെയാണ് ആയിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ആ അവേക്കൻ പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്ത് സംഭവിക്കും എന്നുള്ളത് അത് ഡിവൈൻ്റെ ഒരു കയ്യിലുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് റിലേഷൻഷിപ്പിൽ നിൽക്കുന്നതെന്ന് വെച്ചാൽ സൺ എന്ന് പറഞ്ഞ ഒരു എനർജിയിലാണ്. അതായത് ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വെളിച്ചമാണ് കിട്ടുന്നത്. അതായത് ഒരു കുഞ്ഞിന് കിട്ടുന്ന ഒരു സന്തോഷമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നാണ് കാണുന്നത്. അതുപോലെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ മൂൺ എന്ന് പറഞ്ഞ നേരെ ഓപ്പോസിറ്റ് കാർഡാണ്. കാരണം എന്ന് പറഞ്ഞാൽ അതൊരു മങ്ങിയ ഒരു എനർജിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തൊക്കെയോ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരു എനർജി ഉണ്ടാകാം. അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്ത് എന്തെങ്കിലും ഒരു ഭയം, മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഭയം ഒക്കെ ഉള്ള ഒരു സമയത്തിലൂടെയാണ് ആ വ്യക്തി കടന്നു പോകുന്നത് എന്നാണ് കാണുന്നത്. നിങ്ങൾ എന്താണ് ഈ വ്യക്തിയിൽ നിന്നും ആഗ്രഹിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിന്റെ ബോണ്ട് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു ഡബിളായിരിക്കാം, അത് തിരിച്ചു കൊണ്ടുവരാൻ, അതായത് ആ ചക്രത്തെ തിരിക്കുവാൻ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ആ വ്യക്തി എന്താണ് നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ചോദിച്ചാൽ ആ വ്യക്തി പറയുന്നത് നിങ്ങൾ